എന്ത് சொன்னே? முத்து அண்ணா கேட்டாங்க நாம எல்லாம் நல்லா இருக்காங்களா அப்படியெல்லாம் கேட்டாங்க. நான் ரொம்ப நாளாச்சு பாரு கூப்பிட்டுட்டு. ஆண்டி பிளான் மாத்தின காரியத்தை പറയുന്നിട്ട് அது வந்து பாரு அவங்க இல்ல நம்ம கங்கைபுரத்துல பாட்டி உனக்கு ஞாபகம் இருக்குல்ல? அந்த பாட்டிக்கு மதுரை போகணும்னு ரொம்ப ஆசையா இருக்கான். அதனால என்ன கூப்பிட்டாங்க. ஆனா நம்மளுக்கு இப்ப போக முடியாதுல்ல, நம்ம படவலம் போறோம்ல, அந்த விஷயம் சொல்லிட்டு இருந்தோம். ஆனா பாட்டி என்ன சொல்றாங்க, கனகம் வந்தா தான் போக முடியும்னு. பாட்டியோட ஆசை தானே. அதனால நான் சொன்னேன் இப்ப வர முடியாது, நீங்க பிளான் எல்லாம் மாத்த வேண்டாம், அவங்க போய்கட்டும் நல்லா சொன்னோம். அவ்வளவுதான். പോയിക്കിട്ടും അവരുടെ പ്ലാനൊന്നും ഒരു മാറ്റം വരില്ല. പക്ഷെ നമ്മളിപ്പോ പടവലത്ത് പോകാൻ പോണ പ്ലാന് മിക്കവാറും പൊളി. അതെന്നെ എങ്ങനെ പോവും? അമ്മൂമ്മ ഇറങ്ങണ്ടേ? അയ്യോ അമ്മൂമ്മ എവിടെ? കാണാനില്ലല്ലോ. ആമാണ്ടാ ഞാനും കൂപ്പിട്ടെ. അമ്മൂമ്മ അമ്മൂമ്മ അമ്മ എന്തിനാ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എന്തിനാ കിടന്ന് വിളിച്ചു കൂടുന്ന? സുഖമായിട്ടിരിക്കണം അമ്മൂമ്മ? സുഖം. ശരി. നമ്മള് എങ്ങോട്ടാ പോവാൻ വേണ്ടി എന്തോ പ്ലാൻ ചെയ്തില്ലായിരുന്നു? പടവലത്ത് പോണ്ടേ? അപ്പോ സമയത്തിന് നേരത്തിനും കാലത്തിനും ഒന്നും അമ്മൂമ്മയല്ലേ കുറെ നേരിട്ട് പറഞ്ഞോണ്ടിരുന്നത് പോണം പെട്ടെന്ന് ഇറങ്ങണമെന്ന്. എടാ ഇറങ്ങിയല്ലോ, ഇനി അങ്ങ് പോയാ പോരെ. എവിടെ ഇറങ്ങി? ആരിറങ്ങി? എപ്പോ ഇറങ്ങി? നമ്മളെല്ലാം തയ്യാറായി നിൽക്കുമല്ലയോ? ഇപ്പൊ ഇറങ്ങണ്ടേ? ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങ്. ഇപ്പൊ പോവാണെങ്കിലേ വാഴക്കാലം ഒരു ബസ് ഉണ്ട്, അതാവുമ്പോ പുറത്തിറങ്ങാം. നമുക്ക് ഓട്ടോയിൽ പോവാം. കൊച്ചെ 10,750 രൂപയാവും. അത് നമ്മളെ പൈസ ഉണ്ടല്ലോ അല്ലേ ആന്റി? ആമാ. എന്തൊക്കെയാ പറയുന്നേ? അമ്മൂമ്മ ബസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ നടക്കണം. ഇവിടുന്ന് അങ്ങ് വരെ നടക്കണം. ബസ് കയറണമെങ്കിൽ ഫുള്ള് വെയിലാണ്, ചൂട്. എന്തിനാ ഓട്ടോ വിളിച്ചങ്ങ് പോയാ പോരെ? അനകം അമ്മ എന്നമ്മ അത് ഒരു 750 രൂപ താനേ കൊടുങ്കമ്മ. എന്നാ പിന്നെ അങ്ങനെ ആട്ട്. എല്ലാം അവിടെ എല്ലാം അടച്ചല്ലോ. അമ്മൂമ്മ ഇപ്പൊ അവിടെ അടച്ചിട്ട് ഞാൻ അവിടെ അടച്ചു. ഇവിടെ എല്ലാം റെഡിയാണല്ലോ. അതൊക്കെ അടച്ച്. இந்த டோர் க்ளோஸ் பண்ணணுமா? அந்த டோർ இந்த டோர் മെയിൻ ഡോർ ക്ലോസ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഇറങ്ങ. മറ്റേ ഓട്ടോ ചേട്ടനെ വിളിക്കണോ? ഞാൻ വിളിക്കാം. ഹലോ നെല്ലുമേണ്ട, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞില്ലായിരുന്ന അങ്ങ് വരുമെന്ന് പടവലത്ത്? ഇവിടെ 2-3 പരിപാടി ഉണ്ടായിരുന്നു. മെയിൻ്റെനൻസ്. നമ്മുടെ തൊഴുത്ത് കുറച്ച് അലങ്കോലമായിട്ട് കിടക്കണ്, അതെല്ലാം അവിടെ നിന്ന് റെഡിയാക്കാനായിട്ട്. പിന്നെ വേറെ 2 തൂണിന് കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ. ഒന്നും നടന്നില്ല, പൊളിഞ്ഞു പോയി. അതിവിടെ വന്നപ്പോഴത്തേനും മൊത്തം മഴ പെയ്ത് അലുക്കിൽ തയ്പ്പി. പിന്നെ മഴ പെയ്തന്നെ ചെറിയ അല്ല ഒന്നുമില്ല. ഞാൻ ഈ മഴ പെയ്തന്റെ അതല്ലെന്ന് മഴ പെയ്തെന്ന്. അല്ല ഞാൻ വീടിനകത്തിരിക്കണേ ശരിയാണല്ലോ. ഇത് ഓട് മാറ്റേണ്ട സമയായി. അല്ല അമ്മൂമ്മ പറഞ്ഞായിരുന്നു ഓട് മാറ്റണ്ടായോ. ദേഷ്യം എടുത്തിന്റെ ഓട മൊത്തം പൊളിച്ചാൽ കളഞ്ഞേ. വെള്ളം വീണോ പറഞ്ഞാൽ ചെറിയൊരു ചൂടുണ്ടായിരുന്നില്ല. വെള്ളം ഞാൻ ഇപ്പൊ വിളിക്കാവേ. ഇനി വല്ല മരപ്പട്ടിയും വെള്ളം തന്നെ. ഇനിയിപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, മനസ്സ് മടുത്തുപോയി. അടുക്കളയിൽ പോ, എന്റെ വയറ് നിറച്ചെല്ലാം കഴിക്കാം. അപ്പൊ ഈ മടുപ്പ് അങ്ങ് മാറും. ഏത് മരപ്പട്ടിയത്? ഇത്രയൊക്കെ ഉണ്ടോ മരപ്പട്ടി? എടി കുട്ടിക്കുരുപ്പേ, നീ മനപ്പൂർവ്വമായിരുന്നല്ലേ? ഇന്ന് നിന്നെ നോക്കിക്കോട്ടെ, ശരിയാക്കി തരാൻ നിനക്കായിരുന്നു. നീ അവിടെ നിലടി, ധൈര്യം ഉണ്ടെങ്കിൽ നിലടി. നേരെ വന്നും കേറ്. മക്കളില്ലേട്ടാ നിന്നെ കൊല്ലടി. നിനക്ക് എന്താടി എനക്ക്? നില്ലടി അവിടെ. എന്താ വയസ്സായ പൊന്നു പാറേ, നിന്നെ എന്റെ കിട്ടിയ നീ ഫ്രൈ ആടി. ഫ്രൈ
അതിന് കിട്ടണ്ടേ? കേശുടെ വാ. കേശുടെ വാന്ന്. നമുക്ക് രാവിലത്തെ ബോറടി മാറ്റണ്ടേ? വെല്ലു വിളിക്കണടി, വെല്ലു വിളിക്കണ നീ. നില്ലേ നില്ല എവളെ 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 വാച്ചേ നിന്നെ 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 മക്കളെ ഏടാ ചേട്ടൊന്നും ചെയ്യൂല മക്കളടന്നില്ലേ ഇല്ലേ നില്ലേ